സ്വന്തമായൊരു രാജ്യമില്ലാതെ 4 രാജ്യങ്ങളിലായി ചിതറിപ്പോയ ഒരു ജനതയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ആ കുർദുകളുടെ കഥയാണ്. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ലോകത്ത് സ്വന്തമായി ഒരു രാജ്യം പോലുമില്ലാത്ത ഏറ്റവും വലിയ ജനവിഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷേ കുർദുകൾ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ആ പേരിനപ്പുറം അവരുടെ പോരാട്ടങ്ങളുടെ കഥ പലർക്കും അത്ര പിടിയില്ല. അതെ, ഉത്തരം കുർദുകളാണ്. ഏകദേശം 3 കോടിയിലധികം ആളുകൾ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയോളം വരുമത്. അത്രയും വലിയൊരു ജനതയാണ് സ്വന്തമായ ഒരു രാജ്യമില്ലാതെ ജീവിക്കുന്നത്. അതുതന്നെയാണ് ഈ വിഷയം ഇത്ര പ്രാധാന്യമുള്ളതാക്കുന്നതും. അപ്പോ ആരാണ് ഈ കുർദുകൾ? ശരിക്കും പറഞ്ഞാൽ അവര് കുർദിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഒരു മലമ്പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നിങ്ങൾ ലോക മാപ്പിൽ കുർദിസ്ഥാൻ എന്നൊരു രാജ്യം തിരഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ആ പ്രദേശം ഇന്ന് 4 രാജ്യങ്ങളുടെ ഭാഗമാണ്: തുർക്കി, ഇറാഖ്, ഇറാൻ, പിന്നെ സിറിയ. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ജനത എങ്ങനെയാണ് സ്വന്തം നാടില്ലാതെയായത്? ആ കഥ മനസ്സിലാക്കാൻ നമ്മൾക്ക് കുറച്ച് പുറകോട്ട് ചരിത്രത്തിലേക്ക് തന്നെ പോകണം. ശരി, നമുക്ക് തുടങ്ങാം. 1-ാം ലോകമഹായുദ്ധത്തിനു മുമ്പൊക്കെ കുർദുകൾക്ക് കുറച്ചൊക്കെ സ്വയംഭരണമുണ്ടായിരുന്നു. ഓട്ടോമാൻ, പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നെങ്കിലും യുദ്ധം കഴിഞ്ഞപ്പോ 1920-ൽ സെവ്ർ എന്നൊരു ഉടമ്പടി വന്നു. അത് കുർദുകൾക്കൊരു രാജ്യം തന്നെ വാഗ്ദാനം ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. വെറും 3 വർഷം. 1923-ൽ ലോസാൻ എന്ന പുതിയൊരു ഉടമ്പടി വന്നു. അത് പഴയ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തി. കുർദുകളുടെ നാടിനെ 4 പകുത്ത് 4 രാജ്യങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ആ ഒരൊറ്റ തീരുമാനം, അതാണ് അവരുടെ ഇന്നത്തെ അവസ്ഥയുടെ എല്ലാം തുടക്കം. കണ്ടില്ലേ, 1920-ൽ അവർക്ക് മുന്നിൽ ഒരു വലിയ പ്രതീക്ഷയുടെ വാതിൽ തുറന്നു. എന്നാൽ 1923 ആയപ്പോഴേക്കും ആ വാതിൽ അവർക്ക് നേരെ കൊട്ടിയടച്ചു. ആ 3 വർഷം കൊണ്ട് തകർന്നത് ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളുമാണ്. ഇതൊരു ചരിത്രപരമായ ചതിയാണെന്നാണ് കുർദുകൾ ഇന്നും വിശ്വസിക്കുന്നത്. ശരി, ചരിത്രം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് വരാം. ഈ 4 രാജ്യങ്ങളിലും കുർദുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കാരണം ഓരോ സ്ഥലത്തും അവരുടെ കഥ വേറെയാണ്. അവരുടെ പോരാട്ടങ്ങളും വ്യത്യസ്തമാണ്. ആദ്യം തുർക്കി, ലോകത്ത് ഏറ്റവും കൂടുതൽ കുർദുകളുള്ള രാജ്യം. പക്ഷെ അവിടെ അവരുടെ ചരിത്രം എന്നു പറയുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലിന്റെയും ചോര ചിന്തിയ സംഘർഷങ്ങളുടേതുമാണ്. തുർക്കിയിലുണ്ടല്ലോ, ഒരു കാലത്ത് കുർദിഷ് ഭാഷ സംസാരിക്കുന്നതുപോലും കുറ്റമായിരുന്നു. അവരുടെ പാട്ടുകൾ, അവരുടെ സംസ്കാരം എല്ലാം നിരോധിച്ചു. കുർദുകൾ എന്നൊരു ജനതയേ ഇല്ല, എല്ലാവരും മലമ്പ്രദേശത്തെ തുർക്കികൾ ആണ് എന്നുവരെ സർക്കാർ വാദിച്ചു. ഇതിനെതിരെയാണ് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി, അതായത് PKK, 4 പതിറ്റാണ്ടോളം ആയുധമെടുത്ത് പോരാടിയത്. എന്നാൽ അടുത്തിടെ ഒരു വലിയ മാറ്റമുണ്ടായി. 2025-ൽ PKK ആയുധം താഴെവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതൊരു ചരിത്രപരമായ നീക്കം തന്നെയായിരുന്നു. ഇനി നമുക്ക് നേരെ ഇറാഖിലേക്ക് പോകാം. ഇവിടെ കഥയ്ക്കൊരു വലിയ ട്വിസ്റ്റുണ്ട്. ശരിക്കും ഒരു സിനിമ പോലെയാണ്. കൊടിയ പീഡനങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങി അവസാനം സ്വന്തമായൊരു ഭരണപ്രദേശം തന്നെ നേടിയെടുത്ത ഒരു അവിശ്വസനീയമായ കഥയാണ് ഇറാഖിലെ കുർദുകളുടേത്. സദ്ദാം ഹുസൈന്റെ കാലത്ത് ഇറാഖിലെ കുർദുകൾ അനുഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരതകളാണ്. അൻഫാൽ എന്ന പേരിൽ നടന്നത് ഒരു വംശഹത്യ പന്നിയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഹലാബ്ജ എന്നൊരു പട്ടണത്തിൽ വിഷവാതകം പ്രയോഗിച്ച് ആയിരക്കണക്കിന് സാധാരണക്കാരെ നിമിഷനേരം കൊണ്ടില്ലാതാക്കി. പക്ഷേ 1991-ലെ ഗൾഫ് യുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു നോ ഫ്ലൈ സോൺ, അതായത് വ്യോമനിരോധിത മേഖല പ്രഖ്യാപിച്ചു. അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അത് അവർക്കൊരു രക്ഷാകവചമായി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇറാഖിനുള്ളിൽ തന്നെ സ്വന്തമായി പാർലമെന്റും സൈന്യവും ഭരണവുമൊക്കെയുള്ള ഒരു സ്വയംഭരണ പ്രദേശം അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. അടുത്തത് ഇറാൻ. ഇവിടത്തെ അവസ്ഥ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറാൻ സർക്കാർ പറയും, നിങ്ങൾ ഞങ്ങളുടെ പൗരന്മാരാണ്, നിങ്ങളുടെ സംസ്കാരത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ സ്വന്തമായി ഭരണം വേണമെന്നോ കൂടുതൽ രാഷ്ട്രീയ അവകാശങ്ങൾ വേണമെന്നോ ആരെങ്കിലും മിണ്ടിയാൽ പിന്നെ കഥ മാറും. അതിനെ ശക്തമായി അടിച്ചമർത്തും. അതായത് ഒരു തരം നിയന്ത്രിത സ്വാതന്ത്ര്യം. ഇനി സിറിയയുടെ കാര്യം. ഇവിടെ അടുത്ത കാലത്തായി കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ദീർഘകാലം അവഗണിക്കപ്പെട്ട് ഒരു പൗരന്റെ അവകാശങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു ജനത ആഭ്യന്തര യുദ്ധമെന്ന ദുരന്തത്തെ ഒരവസരമാക്കി മാറ്റി. സിറിയയിലുണ്ടല്ലോ, കുർദുകൾക്കൊരു കാലത്തൊരു തിരിച്ചറിയൽ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അതായത് അവരാ രാജ്യത്തെ പൗരന്മാർ പോലും ആയിരുന്നില്ല.
എന്നാൽ സിറിയൻ ആഭ്യന്തര യുദ്ധം രാജ്യത്തെ ആകെ ഉലച്ചപ്പോൾ ആ അവസരം ഉപയോഗിച്ച് അവർ വടക്കൻ സിറിയയിൽ റോജാവ എന്ന പേരിൽ സ്വന്തമായൊരു ഭരണ സംവിധാനം തന്നെ ഉണ്ടാക്കിയെടുത്തു. അടുത്തിടെ 2026-ൽ സിറിയൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവരൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇതവരുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ചുവടുവയ്പ്പാണ്. അപ്പോ നമ്മൾ ഈ 4 രാജ്യങ്ങളിലെയും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കണ്ടു. പക്ഷേ ഈ വിഭജനമൊക്കെ ഉണ്ടെങ്കിലും ഈ ജനതയെ ഒന്നിച്ചു നിർത്തുന്ന ചില പൊതുവായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണവ? അവരെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരൊറ്റ വികാരമാണ് രാഷ്ട്രമില്ലായ്മ, അല്ലേ? 4 വ്യത്യസ്ത രാജ്യങ്ങളിൽ 4 തരം നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുമ്പോഴും അവർക്കെല്ലാവർക്കും ഉള്ളിലൊരു വേദനയുണ്ട്. തങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ല, സ്വന്തമായി ഒരു രാജ്യമില്ല എന്ന വേദന. അതാണ് അവരെ ഒന്നിപ്പിക്കുന്ന പ്രധാന കണ്ണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞത് വളരെ ശരിയാണ്. 1-ാം ലോകമഹായുദ്ധത്തിനു ശേഷം അവരുടെ മാതൃഭൂമി വിഭജിക്കപ്പെട്ടു. സ്വയംഭരണത്തിനോ സ്വാതന്ത്ര്യത്തിനോ വേണ്ടിയുള്ള പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങൾക്കിടയിലും അവരെ രാഷ്ട്രമില്ലാത്തവരാക്കി. ആ വിഭജനം അവിടെയാണെല്ലാം തുടങ്ങിയത്. രാഷ്ട്രമില്ലായ്മ പോലെ തന്നെ അവരെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അടിച്ചമർത്തൽ. 4 രാജ്യങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും അവർ ഭരണകൂടങ്ങളുടെ ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട്. ഓരോ രാജ്യത്തും ഈ അടിച്ചമർത്തലിന് ഓരോ മുഖമായിരുന്നു. തുർക്കിയിൽ അവരുടെ ഭാഷയും സംസ്കാരവും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇറാഖിലത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന വംശഹത്യയായി മാറി. ഇറാനിൽ രാഷ്ട്രീയമായി അവരെ ഒതുക്കിയപ്പോൾ സിറിയയിലോ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിച്ചു. അപ്പോ എന്താണ് കുർദുകളുടെ ഭാവി? ഇനിയങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവരുടെ ഭാവി എന്താകും എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമില്ല. ഓരോ രാജ്യത്തും ഓരോ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. തുർക്കിയിലിനി ആയുധത്തിന്റെ വഴിയല്ല, രാഷ്ട്രീയത്തിന്റെ വഴിയാണ്. ഇറാഖിൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വയംഭരണം എങ്ങനെ നിലനിർത്തും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. സിറിയയിലാണെങ്കിൽ സർക്കാരുമായി സഹകരിച്ച് എങ്ങനെ തങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാം എന്ന് നോക്കുന്നു. പക്ഷെ ഇറാനിൽ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. രാജ്യങ്ങളുടെ അതിർത്തികളൊക്കെ കല്ലിൽ കൊത്തിവെച്ച പോലെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഈ ലോകത്ത് സ്വന്തമായി അതിരുകളില്ലാത്ത ഒരു ജനതയുടെ ഭാവി എന്തായിരിക്കും? ഇതൊരു പക്ഷേ കുർദുകളുടെ മാത്രം ചോദ്യമല്ല. ലോകത്ത് പലയിടത്തും സ്വന്തം നാടും സ്വത്വവും നഷ്ടപ്പെട്ട ഒരുപാട് ജനതകൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു രാജ്യമെന്ന് പറയുന്നത് വെറും അതിർത്തികൾ മാത്രമാണോ? അതോ അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും അതിൽ സ്ഥാനമുണ്ടോ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.